ഈ പൊട്ടത്തിയ ഇതിങ്ങനെ നിറച്ചു കഴിഞ്ഞാൽ എങ്ങനെ കുടിക്കത്? ഞാൻ കാണിച്ചു തരാം എങ്ങനെ കുടിക്കാന്ന്. എന്താ പോത്തും കുട്ടിയാ? ഈ ഇളനീരാണെങ്കിൽ പൊളിച്ചിട്ട് കിട്ടണില്ല, അതാണ് ഇങ്ങനെ ഡബിൾ എക്സിൽ ഇട്ടത്. നിങ്ങളിങ്ങനെ ഇളനീരൊക്കെ ഇട്ട് ജ്യൂസൊക്കെ അടിച്ച് കുടിക്കാറുണ്ടോ? ഞങ്ങൾക്ക് ഇളനീരാണ് പ്രധാനം. തേങ്ങ ഇടുന്നതിനേക്കാളും കൂടുതൽ ഇളനീരിടും ഞങ്ങൾ. ഇളനീർ ജ്യൂസ് ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ വീഡിയോ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടമുള്ളവർക്കൊക്കെ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക. ഞാൻ പൊളിച്ച് പോരാന്ന് പറഞ്ഞിട്ട് കുട്ടേട്ടൻ പിന്നെയും പൊളിച്ചതാണ്. കുട്ടേട്ടാ, നിങ്ങളെന്തെങ്കിലും പറയോ ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്? ഈ ജ്യൂസ് ഉണ്ടാക്കുന്ന ഇളനീർ ജ്യൂസ് ഉണ്ടാക്കുന്ന വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്. നിങ്ങളുടെ നാട്ടിലൊക്കെ ഇളനീർ ജ്യൂസ് അടിക്കൽ ഇളനീർ കൊണ്ട് തന്നെയാണോ അതോ വേറെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടാണോ? നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. ഇങ്ങനെ പറഞ്ഞാൽ മതിയാ മാളുക, ഇത് പോരെ? ഈ ഇളനീരിൻ്റെ കാര്യം പറയാൻ പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വന്നു. ഞാൻ ഇന്നലെ ഞങ്ങൾ രണ്ടാളും കൂടി തേങ്ങ പൊളിക്കാൻ പോയപ്പോഴേ അവിടുത്തെ ആ വീട്ടിലെ ചേച്ചി വന്നിട്ട് ചോദിച്ചേ, നിങ്ങൾക്ക് ചായക്ക് ഷുഗർ പറ്റുമോ, നിങ്ങൾക്ക് ആർക്കും ഷുഗർ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഷുഗറില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേച്ചി അത്തിക്ക് കയറിപ്പോയി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ചായ ഇപ്പോൾ കൊണ്ടുവരുമെന്ന് വിചാരിച്ചു. അങ്ങനെ 2 മണിക്കൂർ കഴിഞ്ഞിട്ടും ചായ വന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒപ്പം നിൽക്കുന്ന ആളോട് പറഞ്ഞു, നിങ്ങളെന്തിനും ഷുഗറില്ല എന്ന് പറഞ്ഞ്, എനിക്ക് തോന്നുന്നു അവിടെ അകത്ത് അവർക്കും ഷുഗറില്ല, ഷുഗർ ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ചായ കിട്ടിയിരുന്നെന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ട് അവിടുത്തെ ഓരോ ഭർത്താവ് ഹസ്ബൻഡ് പോയിട്ട് ഷുഗർ വാങ്ങിക്കൊടുന്ന് ഇങ്ങോട്ട് ചായ ഉണ്ടാക്കി തന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ആദ്യം പറഞ്ഞു ഷുഗർ ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ചായ കിട്ടിയിരുന്നു, ഇങ്ങനെ ഷുഗർ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ഷുഗർ ഇല്ലായിരുന്നു, അതുകൊണ്ടാണെന്ന് പറഞ്ഞത്. ഇത് കണ്ടപ്പോൾ ഇത് പറയാൻ വന്നപ്പോൾ ഒരു ഓർമ്മ വന്നപ്പോൾ ഞാൻ പറഞ്ഞതാണ്. നിങ്ങൾ ഈ തള്ളു കഥ ഞാൻ മാത്രമേ വിശ്വസിച്ചുള്ളൂ. ഈ കേൾക്കണവരാരും നിങ്ങളെ കഥ വിശ്വസിക്കില്ല. നിങ്ങളൊരു പൊട്ട കഥയിട്ട് വന്നിരിക്കുന്നു. ഇളനീര് കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ റോസ് നിങ്ങൾക്ക് ഇഷ്ടമായോ? അതിഷ്ടമായിരുന്നെങ്കിൽ എനിക്കൊരു റോസ് കമൻറ്റ് ചെയ്യണേ. വീഡിയോകൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് പറയണം. ഇപ്പോൾ അതാ ജ്യൂസ് അടിക്കാനുള്ള പരിപാടിയിലാണ്. മിക്സിയിലിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ജ്യൂസ്. ഇങ്ങനത്തെ തള്ളു കഥകൾ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഇനിയും കാണണം. കുട്ടേട്ടൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള തള്ളു കഥകൾ നിങ്ങൾക്ക് കേൾക്കാം. നല്ല നല്ല കഥകളും. അപ്പോൾ അതിൻ്റെ കൂടെ ഇങ്ങനത്തെ ഓരോ വിഭവങ്ങളും ഞങ്ങളെ വിഭവങ്ങളും പരിചയപ്പെടാം. ഇൻ്റെ തള്ളുണ്ടാവില്ല, നിങ്ങളെ തള്ളു മാത്രം. തള്ളുന്ന ആൾ കുട്ടേട്ടൻ. ഞാൻ നല്ല സൂപ്പറാണ്. അല്ലല്ല, നിങ്ങളെ എത്തുന്നതാണ് ഞാൻ തള്ളൽ പഠിച്ചത് കേട്ടോ. അങ്ങനെ ജ്യൂസൊക്കെ സെറ്റായി വരുന്നുണ്ട്. നിങ്ങൾ തേങ്ങ ഇടുമ്പോൾ ഇതേപോലെ ഒരുപാട് ഇളനീരൊക്കെ ഇടാറുണ്ടോ? ഇവിടെ ഇളനീരാണ് പ്രധാനം. ഇത് കുട്ടേട്ടനുള്ള ഗ്ലാസ്സാണ് കേട്ടോ ഈ ഒഴിക്കുന്നത്. കുട്ടേട്ടനുള്ള ഗ്ലാസ്സാണ് പൊഴിച്ച് കഴിഞ്ഞത്. ഇനി ഒഴിക്കാൻ പോകുന്നത് എനിക്കുള്ള ഗ്ലാസ്സാണ് കേട്ടോ. ഇത് എനിക്ക് വേണ്ടിയിട്ടാണ് ഒഴിക്കുന്നത്. കട്ടി കുറവൊന്നുമില്ല. അല്ലല്ല, ഒക്കെ കറക്റ്റാണ്. 2 ഗ്ലാസ് ഒരേ അളവാണ് കേട്ടോ. ഈ പൊട്ടത്തിയ ഇതിങ്ങനെ നിറച്ചു കഴിഞ്ഞാൽ എങ്ങനെ കുടിക്കത്? ഞാൻ കാണിച്ചു തരാം എങ്ങനെ കുടിക്കാന്ന്. എന്താ പോത്തും കുട്ടിയാ?